2025 നീറ്റ് എക്സാമിനേഷനെ ബേസ് ചെയ്ത് MBBSനും BDSൻ്റെയും ഒരു ഫൈനൽ അലോട്ട്മെൻ്റായ കേരളത്തിൻ്റെ സ്ട്രേ വേക്കൻസിയുടെ അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, ചോയ്സ് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയധികം പ്രത്യേകതകളോടെയാണ് സ്ട്രേ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ചോയ്സ് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്ന് വളരെ ഷോർട്ടായിട്ട് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഡേറ്റുകളിലൂടെ നമുക്കൊന്ന് പോകാം. ഇന്ന് 12-ാം തീയതിയാണ്. നാളെ 13-ാം തീയതി, നവംബർ 13-ാം തീയതി രാത്രി 11:59 വരെയാണ് ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള അവസരമുള്ളത്. 14-ാം തീയതി നവംബർ 14 എന്ന് പറയുന്നത് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. 15-ന് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും സ്ട്രേ വേക്കൻസിയുടെ. 16-ാം തീയതി മുതൽ 20-ാം തീയതി മുതൽ കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റുകളാണ്. അപ്പോൾ ഇത്രയും ഡേറ്റാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം. അതിൽ നാം ചോയ്സ് ഫില്ല് ചെയ്യേണ്ടത് 13-ാം തീയതി രാത്രി 11:59 വരെയാണ്. ഇനി ആർക്കൊക്കെയാണ് ഫില്ല് ചെയ്യാൻ പറ്റുക? ഇപ്പം ഏതെങ്കിലും ഒരു കോളേജിൽ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ MBBSനോ BDSനോ കേരള സ്റ്റേറ്റിൻ്റെ അലോട്ട്മെൻറ്റിലൂടെ ഫസ്റ്റ് ഫേസോ സെക്കൻഡ് ഫേസോ തേർഡ് ഫേസിലോ MBBSനോ BDSനോ ഒരു അഡ്മിഷൻ എടുത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അല്ലെങ്കിൽ ഒരു അഡ്മിഷൻ അലോട്ട്മെൻറ്റ് തേർഡ് ഫേസിൽ വന്നതിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക്, ഇനി നമ്മളൊരു സെക്കൻഡ് ഫേസിൽ അലോട്ട്മെൻറ്റ് എടുത്തിരുന്നു, എനിക്ക് ആ കോളേജ് ഇഷ്ടപ്പെട്ടില്ല, ഒക്ടോബർ 28-ന് ശേഷമാണ് അവിടുന്ന് TC വാങ്ങിയിരിക്കുന്നത്, ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കൊന്നും അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇതുവരെ ഒരു അലോട്ട്മെൻറ്റിലും ഒരു കോളേജ് ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപ്ലൈ ചെയ്യാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ പേരൻസിനോടും കുട്ടികളോടൊപ്പം ചേർന്ന് നിന്ന് ആൽഫ അക്കാഡമി പറയുകയാണ്, ഇന്നത്തെ ഈ അലോട്ട്മെൻറ്റ് സ്ട്രേ വേക്കൻസി പബ്ലിഷ് ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒത്തിരി വിഷമം നൽകിക്കൊണ്ടാണ് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് മുന്നോട്ട് പോകുന്നത്. കാരണം ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന സ്ട്രേ വേക്കൻസിയുടെ സീറ്റ് മെട്രിക്സിൽ MBBSന് ഗവൺമെൻറ് സെക്ടറിൽ 2 സീറ്റുകളും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ MBBSന് ധാരാളം സീറ്റുകളും ഒഴിവാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞ് തേർഡ് റൗണ്ടിൽ വരെ ഒരു MBBSൻ്റെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് ആഗ്രഹിച്ച് ഒരു ഡെൻ്റൽ BDS കോഴ്സിന് ഒരു അഡ്മിഷൻ എടുത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സ്ട്രേ വേക്കൻസിയിലുള്ള സീറ്റ് ഒഴിവുണ്ടെങ്കിൽ പോലും പങ്കെടുക്കാൻ സാധിക്കത്തില്ല. എന്തുമാവട്ടെ, ഇങ്ങനെയൊന്നും വിദ്യാർത്ഥികളോട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലേക്ക് മുന്നോട്ട് പോകാം. ഇതിനോടൊപ്പം ഇന്ന് 12-ാം തീയതി നമുക്കറിയാം അലൈഡ് കോഴ്സുകളുടെ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഈ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന സമയത്ത് അത് ഡേറ്റ കാർഡ് പ്രിൻ്റ് എടുത്തതിന് ശേഷം കൃത്യസമയത്ത് കോളേജുകളിൽ വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യണം. അലൈഡ് കോഴ്സുകൾ നമുക്കറിയാം, ആയുർവേദം, ഹോമിയോ, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, പൊല്യൂഷൻ ആൻഡ് എൻവറോൺമെൻറ്റ് സയൻസ്, ഇതേപോലുള്ള കോഴ്സുകളിലേക്കുള്ള പ്രൊവിഷണൽ അലോട്ട്മെൻ്റ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നാളെ അതിൻ്റെ ഫൈനൽ അലോട്ട്മെൻറ്റ് വരും. നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് കോളേജുകളിൽ ജോയിൻ ചെയ്യേണ്ട ടൈമാണ്. അപ്പോൾ ഈ അലൈഡ് കോഴ്സുകളുടെ സ്ട്രേ വേക്കൻസിയിൽ ഒരു അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികളും ആശങ്കയിലാണ്. ഞാൻ ഇനി സ്ട്രേ വേക്കൻസിയിലൂടെ ഒരു അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നു, എനിക്ക് എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു അലൈഡ് കോഴ്സുകളിൽ ഇപ്പോൾ ഓൾറെഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞു, ഇപ്പോൾ ഒരു അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തു, ആ വിദ്യാർത്ഥികൾക്കും ഇനി പങ്കെടുക്കാൻ സാധിക്കത്തില്ല MBBSൻ്റെയും BDSൻ്റെയും സ്ട്രേ വേക്കൻസിയിൽ. ഇനി അലൈഡ് കോഴ്സുകൾക്ക് ഞാനൊരു കോളേജിൽ ജോയിൻ ചെയ്തു പോയി, തേർഡ് റൗണ്ട് കഴിഞ്ഞല്ലോ, ഇപ്പോൾ ഇനി സ്ട്രേ വേക്കൻസിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സാമ്പിൾ, ഒരു ഹോമിയോ കോഴ്സിന് വേണ്ടി ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഒരു ആയുർവേദ കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞിരുന്നു തേർഡ് റൗണ്ടിൽ. ഇവിടെ ലിക്വിഡേഷൻ ഡാമേജ് കൊടുത്ത് അവിടുന്ന് ഒരു 75,000 റുപ്പീസോളം ആ ലിക്വിഡേഷൻ ഡാമേജ് അടച്ചതിന് ശേഷം മാത്രമേ വിദ്യാർത്ഥികൾക്ക് അവിടുന്ന് TC വാങ്ങാനും അതിനുശേഷം ഈ MBBSൻ്റെയും BDSൻ്റെയും ആ സ്ട്രേ വേക്കൻസി പങ്കെടുക്കാനും സാധിക്കുകയുള്ളൂ. ഇനി MBBSൻ്റെയും BDSൻ്റെയും ഈ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കുമ്പോൾ ഇതുവരെ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കാതിരുന്നവർ, ഇതുവരെ ഒരു അലോട്ട്മെൻറ്റിലും പങ്കെടുക്കാതിരുന്നവർ ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാൻ 13-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആണ്. ഈ ഡേറ്റിലേക്ക് പോകുമ്പോൾ ഈ നിബന്ധനകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യാൻ. ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. ഗവൺമെൻറ് സീറ്റിലേക്കുള്ള ഒരു കോളേജിലാണ് MBBSന് ഒരു അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ 10,000 rupees ആണ് നാം ഫീസായിട്ട് അടയ്ക്കേണ്ടത്.
ഇനി അത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജും ഗവൺമെൻറ് സീറ്റും കൂടെ ചേർത്തിട്ട് നമ്മൾ രജിസ്ട്രേഷൻ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ 25,000 റുപ്പീസാണ് രജിസ്ട്രേഷൻ ഫീസ് വരിക. ഇനി ബാക്കി വരുന്ന OEC, SC, ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിൽ 5,000 റുപ്പീസാണ് രജിസ്ട്രേഷൻ ഫീസ്. ഇനി ഇത് നമ്മൾ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫീസിലേക്ക് ഇത് ഈ എമൗണ്ട് ലെസ് ചെയ്ത് ലഭിക്കും. ഒരു അഡ്മിഷനിൽ ലഭിച്ചില്ലെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് ഈ അഡ്മിഷൻ പ്രൊസീജിയർ എല്ലാം കഴിയുന്ന ഒരു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ പൈസ തിരികെ വരികയും ചെയ്യും. അപ്പം രജിസ്ട്രേഷൻ ഫീസ് കൃത്യമായിട്ട് കൊടുത്തു വേണം സ്ട്രേ വേക്കൻസിക്ക് പങ്കെടുക്കാൻ. ഇനി സ്ട്രേ വേക്കൻസിയിൽ ഒരു അഡ്മിഷൻ ലഭിച്ചാൽ നിർബന്ധമായും കോളേജുകളിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ ഈ സ്ട്രേ വേക്കൻസി പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്ക് എന്തെങ്കിലും കിട്ടുമോ എന്നൊന്ന് നോക്കാം എന്ന് വിചാരിച്ച് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കത്തില്ല. കാരണം ഇവിടെ ഒരു അലോട്ട്മെന്റ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലോ ഗവൺമെന്റ് സെക്ടറിലോ ഒരു അലോട്ട്മെന്റ് ലഭിച്ചാൽ നിർബന്ധമായും നാം കോളേജുകളിൽ ജോയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ ലിക്വിഡേഷൻ ഡാമേജ് കൊടുക്കുകയും വേണം. അടുത്ത വർഷത്തെ എൻട്രൻസ് പരീക്ഷയിൽ നമുക്ക് ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യതകളും നിയമപരമായി എൻട്രൻസ് കമ്മീഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ച്, വളരെയധികം സൂക്ഷിച്ച്, ഏത് കോളേജിൽ എനിക്ക് പഠിക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് ഞാൻ ചോയ്സ് ഫില്ല് ചെയ്യുന്നൊരു കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയാൽ അത് വേണ്ടെന്ന് വെക്കാൻ പറ്റാത്ത രീതിയിൽ കൃത്യമായി മനസ്സിലാക്കി വേണം പ്രയോറിറ്റി അനുസരിച്ച് സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ. ഇനി നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ഒന്ന് പോകാം. ഒരു വിദ്യാർത്ഥി ആദ്യം ചെയ്യേണ്ടത് ckerala.gov.in എന്ന വെബ്സൈറ്റ് എൻ്റർ ആയതിനു ശേഷം സ്ട്രേ വേക്കൻസി ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വേണം ഈ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ. ഈ സ്ട്രേ വേക്കൻസിയുടെ ഗൈഡ് ലൈൻസ് വളരെ കൃത്യമായിട്ട് തന്നെ എൻട്രൻസ് കമ്മീഷനുടെ നോട്ടിഫിക്കേഷൻ തന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ വായിച്ച് മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഫസ്റ്റ് ഫേസിലോ സെക്കൻഡ് ഫേസിലോ തേർഡ് ഫേസിലോ ഒരു അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ, അത് കേരളയുടെ കൗൺസിലിങ്ങിലോ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലോ ഒരു അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഒരു കാരണവശാലും ഈ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല. രജിസ്ട്രേഷൻ ഫീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. OEC കമ്മ്യൂണിറ്റിയുള്ള വിദ്യാർത്ഥികളാണെങ്കിലും 5,000 റുപ്പീസ് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. ഇനി OEC കമ്മ്യൂണിറ്റി, SC, ST കമ്മ്യൂണിറ്റിയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഫീസ് ഇല്ലാതെ പഠിക്കാമെന്ന് അറിയാം. പക്ഷേ നമുക്കൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ അല്ലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെ മൈനോറിറ്റി സീറ്റിലാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ഈ ഫീ റിസർവേഷൻസ് അല്ലെങ്കിൽ ലെസ്സായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു അവസരവും ലഭിക്കത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ചോയ്സുകൾ ഫില്ല് ചെയ്ത് സീറ്റുകൾ നാം സബ്മിറ്റ് ചെയ്യുവാൻ. ഇനി ഇതിനോടൊപ്പം തന്നെ EWS റിസർവേഷനും അല്ലെങ്കിൽ BPL റിസർവേഷൻസും ഒക്കെ നമുക്കറിയാം. ഇതൊക്കെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹമാണ്, സൗജന്യമായിട്ട് പഠിക്കാൻ പറ്റുന്ന അവസരങ്ങളാണ്. പക്ഷെ ഈ അവസരങ്ങളൊക്കെ ലഭിക്കണമെങ്കിലും റിസർവേഷൻ ഉള്ള അല്ലെങ്കിൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ സീറ്റുകളിലേക്ക് ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെ സീറ്റുകളാണ് ലഭിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ഈ BPL സ്കോളർഷിപ്പുകളോ അല്ലെങ്കിൽ OECയുടെ റിസർവേഷൻസിന്റെ ഫീസ് ലെസ്സോ ഒന്നും വിദ്യാർത്ഥികളിൽ ലഭിക്കത്തില്ല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗവൺമെന്റ് സെക്ടറിലാണെങ്കിൽ നമ്മുടെ ഫീസ് അറിയാമോ, MBBSന് 24,000 ആണ് നമുക്ക് ഫീസ് വരിക. അത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലാണെങ്കിൽ 8 ലക്ഷം മുതൽ 9 ലക്ഷം രൂപയാണ് ഫീസ് വരുന്നത്. ഈ ഫീസ് മാത്രമല്ല അഡീഷണൽ എക്സ്പെൻസുകളുണ്ട്. ഹോസ്റ്റൽ ഫീയും സ്കൂളിന്റെ അഡീഷണൽ ഫീസുകളും ഒക്കെ ചേർത്ത് 2-2.5 ലക്ഷം രൂപയോളം അഡീഷണൽ എക്സ്പെൻസ് ഒരു പേരന്റിന് വരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബെയർ ചെയ്യാൻ തയ്യാറുള്ള പേരൻസ് മാത്രമാണ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളൊക്കെ സെലക്ട് ചെയ്ത് നാം ഓപ്ഷൻ കൊടുക്കേണ്ടത്. ഡേറ്റുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 13-ാം തീയതി വരെയാണ് ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള സമയം. 14-ാം തീയതി പ്രൊവിഷണൽ അലോട്ട്മെന്റും 15-ാം തീയതി ഫൈനൽ അലോട്ട്മെന്റും 16-ാം തീയതി മുതൽ 20-ാം തീയതി വരെ കോളേജുകളിൽ ജോയിൻ ചെയ്യേണ്ട ടൈമാണ്. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ ഫീസുകളൊക്കെ സംഘടിപ്പിച്ച് ഒരു അഡ്മിഷൻ ലഭിച്ചാൽ എല്ലാ ഡോക്യുമെന്റ്സുമായി കോളേജിൽ ജോയിൻ ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ, ഞാൻ പഠിക്കുമെന്നുള്ള ഉറപ്പുള്ള കോളേജുകൾ മാത്രം ചോയ്സുകൾ ഫില്ല് ചെയ്ത് അഡ്മിഷൻ എടുക്കാൻ തയ്യാറാകുക. ഇനി നാം ചോയ്സ് ഫില്ല് ചെയ്യുമ്പോൾ ഏതൊക്കെ കോളേജുകളിലാണ് MBBSന്റെയും BDSന്റെയും സീറ്റ് വേക്കൻസികൾ ഉള്ളത്, അത് നമ്മുടെ കമ്മ്യൂണൽ റിസർവേഷൻ അനുസരിച്ച് എവിടൊക്കെയാണ് വേക്കൻസികൾ ഉള്ളതെന്ന് മനസ്സിലാക്കി വേണം നാം ചോയ്സുകൾ ഫില്ല് ചെയ്യാൻ. ഇവിടെ അതിന്റെ സീറ്റ് മെട്രിക്സും കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് നോക്കാം. ഇവിടെ ഗവൺമെന്റ് സെക്ടറിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാസർഗോഡ് MBBSന് ഈഴവ കമ്മ്യൂണിറ്റിയുടെ റിസർവേഷൻ സീറ്റിൽ മാത്രമാണ് ഒരു സീറ്റ് ഒഴിവുള്ളത്. ഇനി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാസർഗോഡ് MBBSന് സ്റ്റേറ്റ് മെറിറ്റിൽ ഒരു സീറ്റാണ് ഒഴിവുള്ളത്. അപ്പോൾ 2 സീറ്റ് മാത്രമാണ് ഗവൺമെന്റ് സെക്ടറിൽ ഒഴിവുള്ളത്. അതൊന്ന് ഈഴവ കമ്മ്യൂണിറ്റിയുടെയും ഒരെണ്ണം സ്റ്റേറ്റ് മെറിറ്റിന്റെയുമാണ്. ഇനി BDSന്റെ
ഇനി BDSന്റെ ഗവൺമെന്റ് സെക്ടറിലെ ഒഴിവുകൾ നോക്കിയാൽ ഗവൺമെന്റ് ഡെന്റൽ കോളേജ് ആലപ്പുഴ BDSന് സ്റ്റേറ്റ് മെറിറ്റിൽ 2 സീറ്റിന്റെ ഒഴിവുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ BDSന് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എനിക്കൊരു ഗവൺമെന്റിന്റെ ഒരു BDSന്റെ സീറ്റ് ഇവിടെ ഒഴിവുണ്ട്, അതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കത്തില്ല. അതാണ് വിദ്യാർത്ഥികൾക്ക് വന്നിരിക്കുന്ന ഒരു ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഇപ്പോൾ ഓപ്ഷൻ കൊടുക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇനി ഇതുപോലെ തന്നെ BDSന്റെ ഓരോ കോളേജുകളിലും ഏതൊക്കെ റിസർവേഷൻസ് അനുസരിച്ചാണ് സീറ്റുകൾ ഉള്ളതെന്നും, അതുപോലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ധാരാളം സീറ്റ് ഒഴിവാണ് വന്നിരിക്കുന്നത്. ഏകദേശം പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ തന്നെ 100-നടുത്ത് സീറ്റുകളുടെ ഒഴിവുകളുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രേ വേക്കൻസി വരുമ്പോൾ ഇത്രയധികം സീറ്റുകൾ വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നത് തന്നെ വളരെ ഒരു അനുഗ്രഹമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇത്രയും സീറ്റുകൾ എന്തുകൊണ്ട് ഒഴിവ് വന്നു? അതൊരു ടൈം മാനേജ് ചെയ്ത് കൃത്യമായ ഒരു സിസ്റ്റത്തിൽ പോകാത്തത് കൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് ഇത്രയും ഒഴിവ് വന്നിരിക്കുന്നത്. ഇപ്പം തന്നെ നമുക്കറിയാം അലൈഡ് കോഴ്സുകളുടെ പ്രൊവിഷണൽ അലോട്ട്മെന്റ് ഇന്ന് വന്നിരിക്കുകയാണ്. ആ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു MBBSന് വേണ്ടിയിട്ട് BDSനും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അഡ്മിഷൻ എടുക്കേണ്ട സമയത്തിനുള്ളിൽ ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അതും അവർക്ക് വരുന്നൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് MBBSന്റെയും BDSന്റെയും അതുപോലെ അലൈഡ് കോഴ്സുകളുടെയും സ്ട്രേ വേക്കൻസികൾക്കൊക്കെ ഒരു കൃത്യമായ ടൈം ബൗണ്ടഡായി ഓരോ അലോട്ട്മെന്റ് കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു 2-3 ദിവസം സമയം കൊടുത്ത് വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ചോയ്സ് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ തീർച്ചയായും നല്ല സീറ്റുകളിലേക്ക്, നല്ല കോളേജുകളിലേക്ക് അവർ കഷ്ടപ്പെട്ട് പഠിച്ചു വന്ന ആ ലക്ഷ്യം വെച്ച സീറ്റുകളിലേക്ക്, കോഴ്സുകളിലേക്കൊക്കെ ഒരു അഡ്മിഷൻ എടുക്കാനുള്ള സാധ്യതകൾ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചേനെ. ഇപ്പോൾ നമ്മൾ നല്ല മാർക്ക് വാങ്ങിയ കുട്ടികൾ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പഠിക്കുകയും അല്ലെങ്കിൽ പ്രൈവറ്റ് ഡെന്റൽ കോളേജുകളിൽ പഠിക്കുകയും അതിനേക്കാൾ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന സീറ്റുകളിലേക്ക് അഡ്മിഷനും കിട്ടുന്ന സാധ്യതകളാണ് ഈ അലോട്ട്മെന്റിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എങ്ങനെയൊക്കെയാണെങ്കിലും എൻട്രൻസ് കമ്മീഷൻ പറയുന്ന കൃത്യമായ സമയങ്ങൾ പാലിച്ചുകൊണ്ട്, കൃത്യമായ നിബന്ധനകൾ പാലിച്ചുകൊണ്ട്, ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഈ ചോയ്സ് ഫില്ലിങ്ങിൽ പങ്കെടുക്കുക. ഞാൻ ഇവിടെ ചോയ്സ് ഫില്ല് ചെയ്യുമ്പോൾ, സ്ട്രേ വേക്കൻസി പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇനി ഒരു കോളേജ് ലഭിച്ചു കഴിഞ്ഞാൽ എനിക്കത് വേണ്ട എന്ന് പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നന്നായി ആലോചിച്ച് മാത്രം സ്ട്രേ വേക്കൻസിയുടെ കോളേജുകളുടെ പ്രയോറിറ്റി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് ചോയ്സുകൾ ഫില്ല് ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആൽഫയുടെ ക്യാമ്പസിൽ വിളിക്കാം. സർ, ഞാൻ എങ്ങനെയാണ് ഒരു പ്രയോറിറ്റി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്? എൻ്റെ റാങ്ക് അനുസരിച്ചിട്ട് ഏതൊക്കെ മെറിറ്റ് സീറ്റിലാണ് ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് ഞാൻ ചോയ്സുകൾ കൊടുക്കേണ്ടത്, ഇങ്ങനെ ഉൾപ്പെടെ. ഇനി ഈ സമയത്തൊക്കെ ഒരു ഫൈനൽ റൗണ്ടിൽ എത്തുമ്പോഴും നിങ്ങൾ വിഷമിക്കേണ്ട. നല്ലൊരു കോളേജോ കോഴ്സോ സീറ്റോ കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയും വിഷമിക്കുകയല്ല വേണ്ടത്. കൃത്യമായി ഒന്നുകൂടെ പ്ലാൻ ചെയ്യുക, കൃത്യമായിട്ട് ഒന്നുകൂടെ ഫോക്കസ് ചെയ്യുക, കൃത്യമായിട്ട് ഒന്നുകൂടെ പഠിക്കുക. 2026 നിങ്ങളുടേതാക്കി മാറ്റാം. ഇത്ര ഉയർന്ന ഫീസ് കൊടുത്ത് ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു 6 മാസം കൃത്യമായി നല്ല ടീച്ചേഴ്സിനോടൊപ്പം നല്ല കെയറിംഗ് സിസ്റ്റത്തിൽ പഠിച്ചാൽ അടുത്ത വർഷം ഒരു ഗവൺമെന്റ് സീറ്റ് നിങ്ങൾക്ക് ഉറപ്പാക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് നേടിത്തരാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. കാര്യം ഏറ്റവും മികച്ച അധ്യാപകർ കഴിഞ്ഞ 25 വർഷമായി വിദ്യാർത്ഥികൾക്ക് ഒരു പേഴ്സണൽ അറ്റൻഷനോടെ നല്ല വിജയം നേടിക്കൊടുക്കുന്ന സ്ഥാപനമാണ് ആൽഫ അക്കാഡമി. അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖത്ത് നോക്കി പറയുകയാണ്, ഉയർന്ന ഫീസ് കൊടുത്ത് 50 ലക്ഷവും 70 ലക്ഷവും 1 കോടി രൂപയും മുടക്കി നാം ഡീംഡ് കോളേജുകളും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലും പഠിക്കുന്നതിനേക്കാളുപരി ഇനിയുള്ള ഒരു 6 മാസം നന്നായി പഠിക്കാൻ തയ്യാറാണോ എങ്കിൽ 2026 വിജയം നിങ്ങളുടേതാക്കി മാറ്റി ഒരു ഗവൺമെന്റ് സെക്ടറിലേക്ക് നിങ്ങളെ എത്തിക്കാൻ എല്ലാ സപ്പോർട്ടോടുകൂടും എല്ലാ കെയറോടുകൂടിയും ഏറ്റവും നല്ല മെറ്റീരിയൽസോടും ഏറ്റവും നല്ല ക്യാമ്പസും ഹോസ്റ്റൽ ഫെസിലിറ്റിയും ഒക്കെ ഒരുക്കി നിങ്ങൾക്ക് വേണ്ടി ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഇനി ഒരിക്കൽ കൂടി മനസ്സിലാക്കുക, ഈ സ്ട്രേ വേക്കൻസി എന്ന് പറയുന്നത് ഒരു ഫൈനൽ റൗണ്ടാണ്. ഈ ഫൈനൽ റൗണ്ടിൽ എല്ലാ സംശയങ്ങളും തീർത്ത് വേണം ചോയ്സുകൾ ഫില്ല് ചെയ്യാൻ. സമയം നവംബർ 13 ലാസ്റ്റ് ഡേറ്റ്. സംശയങ്ങൾ തീർത്തുകൊണ്ട് പഠിക്കുമെന്ന് ഉറപ്പുള്ള MBBSന്റെയും BDSന്റെയും സീറ്റുകൾ ഓപ്ഷൻ കൊടുക്കാനും നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു സീറ്റ് നേടിയെടുക്കാനും ശ്രദ്ധിക്കുക. നിങ്ങളോടൊപ്പം ആൽഫ അക്കാഡമി കൂടെയുണ്ട്. എൻട്രൻസിന്റെ ഒരു പുതിയ അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.